ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമചന്ദ്രൻ്റെ മുനിവേഷവും വാക്കുകളും അമ്മമാരെയും നരേന്ദ്രനെയും ബോധമറ്റവരാക്കി. ഒട്ടുനേരം വേണ്ടി വന്നു വെളിവ് വരുവാൻ. ഉണ്ണിയെ ഒന്ന് നോക്കുവാനോ എന്തെങ്കിലും ഒരു വാക്ക് നേരിട്ട് സംസാരിപ്പാനോ കഴിയാത്തവനായി തീർന്നു മന്നോർ മന്നവൻ. അമേയ പരാക്രമിയും ധീരധീരനുമായ ഇക്ഷ്വാകു രാജാവ് രാമനെ തന്നെ ചിന്തിച്ച് വിലപിച്ചു തുടങ്ങി. മഹാദുഷ്ടനായ ഞാൻ പണ്ട് പല പശുക്കുട്ടികളെയും നിഷ്കരണം നിഗ്രഹിച്ചിട്ടുണ്ടാകണം. അനേകം ജീവികളെ കൊന്നിരിക്കണം. അതാണ് ഇങ്ങനെയെല്ലാം വന്നത്. കാലം എത്താതെ ജീവൻ ദേഹത്തിൽ നിന്ന് വേർപെടുകയും ഇല്ലാലോ. ഈ ദുഷ്ട കൈകേയിയെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞാൻ മരിക്കുന്നുമില്ല. പട്ടുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവുരിയെടുത്ത് അഗ്നിതുല്യ തേജസ്സാർന്ന പുത്രനെ പുരോഭാഗത്തിൽ കണ്ടിട്ടും ഹൃദയം പിളരുന്നില്ല. കൈകേയി ഒരുവളുടെ സ്വാർത്ഥം കാരണം എത്രയെത്ര ജനങ്ങൾ കണ്ണീർ പൊഴിക്കുന്നു. അശ്രുപ്രവാഹത്താൽ ഇന്ദ്രിയശക്തി കുറഞ്ഞ രാജാവിൻ്റെ ചുണ്ടുകളിൽ നിന്ന് രാമ എന്ന് മാത്രം പുറത്തു വന്നു. അതോടെ അവശനായി യാതൊന്നും ശബ്ദിക്കാതെ കിടന്നു. മനസ്സിനെ നിയന്ത്രിക്കുവാൻ അല്പസമയം വേണ്ടി വന്നു. കണ്ണീർ തൂകിക്കൊണ്ട് സുമന്ത്രരോട്, ഉത്തമാശ്വങ്ങളെ കെട്ടിയ പള്ളിത്തേർ കൊണ്ടുവരൂ. മഹാത്മാവായ പുത്രനെ നാട്ടിനപ്പുറത്ത് കൊണ്ടുപോയാക്കൂ. ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നവർക്ക് ഇതായിരിക്കും ഫലം അനുഭവിക്കേണ്ടത്. സത്വീരനായ പുത്രനെ മാതാപിതാക്കന്മാർ തന്നെ നാടുകടത്തുകയാണ്. കൽപ്പനയനുസരിച്ച് ഓടിപ്പോയ സുമന്ത്രർ ശ്രേഷ്ഠതുരകങ്ങളെ പൂട്ടിയ തങ്കത്തേർ കൊണ്ടുവന്ന് തൊഴുത് കണ്ണുനീരൊഴുക്കി നിന്നു. മഹാരാജകുമാരനോട് ഉണർത്തി. ലക്ഷണങ്ങളെല്ലാം ഒത്ത കുതിരകളോടുകൂടിയ പള്ളിത്തേർ ഒരുങ്ങി. ദേശകാലങ്ങളെ തികച്ചും അറിയുന്നവനും പരിനിർമ്മലനും സുസ്ഥിരനുമായ ധനാധ്യക്ഷനെ വിളിച്ചു പറഞ്ഞു, 14 ആണ്ടുകൾ യാതൊരു വിഷമവും കൂടാതെ ധരിക്കാനുള്ള വിലയേറിയ ആഭരണങ്ങൾ സീതയ്ക്ക് കൊണ്ടുവരൂ. ഭണ്ഡാരാധ്യക്ഷൻ രാജകൽപ്പന ഉടനടി നടത്തിക്കഴിഞ്ഞു. ഉദയസൂര്യൻ ചെങ്കതിരുകൾ കൊണ്ട് അമ്പരതലത്തെ എന്ന പോലെ ജനമധ്യത്തിൽ അമൂല്യങ്ങളായ രത്നാഭരണങ്ങളും പട്ട ഉടയാടയും ധരിച്ചു നിൽക്കുന്ന സീതാദേവി അരമനാന്തർഭാഗത്തെ പ്രശോഭിപ്പിച്ചു. സച്ചരിതയായ സീതാദേവിയെ കൗസല്യമാതാവ് 2 കൈകളെ കൊണ്ടും കെട്ടിപ്പിടിച്ച് മാറോടണച്ച് മൂർധാവിൽ മുകർന്നു പറഞ്ഞു, മകളെ, ദുസ്വഭാവികളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ നല്ല കാലത്ത് സ്നേഹപൂർണയായി ശുശ്രൂഷിക്കും. പക്ഷേ ചീത്തക്കാലത്ത് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് ലോകത്തിൽ പതിവ്. സ്ത്രീ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനതയാണിത്. സസുഖം ജീവിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവരുടെ മട്ടുമാറും. ഒരു പക്ഷേ നിർദാക്ഷിണ്യം പതിയെ ഉപേക്ഷിക്കുക കൂടി ചെയ്തേക്കാം. കള്ളത്തരം ധാരാളം, അതിലധികം ദുർവിചാരം, എപ്പോഴും തുറന്നു കാണിക്കാത്ത ഹൃദയം, ക്ഷണത്തിലുള്ള പരിഭവം. എത്ര വലിയ ഉപകാരം ചെയ്താലും, അത്യുന്നതമായ വംശത്തിൽ ജനിച്ചാലും, എത്രമാത്രം വിദ്യ അഭ്യസിച്ചാലും, എന്തു തന്നെ കൊടുത്താലും, അപരിച്ഛേദ്യമായ വിവാഹാദി ബന്ധങ്ങളുണ്ടായാലും സ്ത്രീ ഹൃദയത്തിൽ ഇതിനൊന്നും സ്ഥാനം കാണുന്നതല്ല. ചിത്തചാഞ്ചല്യമുള്ള നാരികളെ എങ്ങനെയാണ് കാണുക? സൽസ്വഭാവം, വിജ്ഞാനം, ക്ഷമ, സത്യം എന്നിവയുടെ മൂർത്തീകരണമായി പതിവ്രതാരത്നങ്ങളെ കാണാം. ആ മഹിളാമണികളുടെ ഈശ്വരൻ ഭർത്താവ് മാത്രം. പതിഹിതവും സുഖവുമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് മകളെ, നാട്ടിൽ നിന്ന് തിരസ്കൃതനാണ് എൻ്റെ മകനെങ്കിലും നിന്റെ ഈശ്വരനാണെന്ന് എന്ന് മറക്കരുത്. കുബേരനായാലും കുചേലനായാലും യാതൊരു വ്യത്യാസവും എൻ്റെ മകളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. ധർമാർത്ഥങ്ങൾ അടങ്ങിയ ഈ വാക്കുകൾ കേട്ട സീതാദേവി തൊഴുതുകൊണ്ട് ശ്വശ്രുവിനോട് വിനീതയായി പറഞ്ഞു, അമ്മയുടെ വിലയേറിയ വാക്കുകൾ അനുസരിച്ച് ഞാൻ ജീവിച്ചുകൊള്ളാം. ഭർത്തൃ ശുശ്രൂഷാ വിധികൾ അച്ഛൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഭാവിനികളുടെ കൂട്ടത്തിൽ അമ്മ എന്നെ കണക്കാക്കരുതേ. സ്ത്രീധർമ്മത്തിൽ നിന്ന് അണുവെങ്കിലും തെറ്റുപറ്റാതെ ഞാൻ കഴിക്കും. ചന്ദ്രനിൽ നിന്ന് പ്രഭ വിടുമോ? കമ്പിയില്ലാതെ വീണയിൽ നിന്ന് നാദം ഉദിക്കുമോ? ചക്രമില്ലാതെ തേർ നടക്കുമോ? എൻ്റെ ഈശ്വരനില്ലാതെ ഞാൻ ഉണ്ടാകുമോ? ഭർത്താവില്ലാത്തൊരുവൾക്ക് എന്താണ് സുഖം? 100 ഉത്തമ പുത്രന്മാരും അരവിന്ദ്യ മാതാപിതാക്കളും തരുന്നതിനേക്കാൾ സംതൃപ്തിജനകം ഒരു പതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ? ധാർമ്മികരായ സാധ്വീരത്നങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പതിവ്രതാധർമ്മത്തിന് ചെറുവശങ്ങൾ കൂടി. അമ്മേ, സ്ത്രീകൾക്ക് ഈശ്വരൻ മറ്റാരുമല്ലെന്ന്, സ്ത്രീ ധർമ്മം ഇന്നതാണെന്ന് മനസ്സിലാക്കിയ ഞാൻ അത് ഉപേക്ഷിച്ച് പോകുമെന്ന് സംശയിക്കരുതേ. സീതാദേവിയുടെ ഹൃദയസ്പർശിയായ വാക്ക് സന്തോഷവും സന്താപവും കൗസല്യാദേവിയിൽ ഒരുപോലെ വർദ്ധിപ്പിച്ചു. ആ വന്ധ്യവയോവൃദ്ധയിൽ ബാഷ്പപ്രവാഹം ഉണ്ടാക്കി. അമ്മമാരും പ്രജകളും മാനിക്കുന്ന കൗസല്യമാതാവിനെ പ്രദക്ഷിണം വെച്ച ശ്രീരാമചന്ദ്രൻ
ധർമ്മം തന്നെ രൂപമെടുത്ത ദാശരഥി പറഞ്ഞു, അമ്മ ദുഃഖിക്കരുത്. എൻ്റെ അച്ഛനെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ 14 സംവത്സരം കാട്ടിലെ വാസം പെട്ടെന്ന് അവസാനിക്കും. ഉത്തമ സുഹൃത്തുക്കളോട് ഒന്നിച്ച് എന്നെ അമ്മയുടെ മുന്നിൽ ഉടനെ കാണുമാറാകും. അർത്ഥം മുറ്റി നിൽക്കുന്ന അല്പാക്ഷരങ്ങളെ കൊണ്ട് എല്ലാം വ്യക്തമാക്കിയ പുരുഷോത്തമൻ ദുഃഖാർത്ഥകളായി തേങ്ങിക്കൊണ്ടിരിക്കുന്ന 350 അമ്മമാരെയും തൊഴുതുകൊണ്ട് എപ്പോഴും ഒന്നിച്ചുള്ള വാസത്തിനിടയിൽ അജ്ഞാനത്താൽ ഞാൻ ചെയ്ത തെറ്റുകൾ എല്ലാം ക്ഷമിക്കണം. എല്ലാ അമ്മമാരോടും വിട ചോദിക്കുന്നു. ഞാൻ പോയി വരട്ടെ. ധർമ്മവും ധൈര്യവും ഉൾച്ചേർന്ന വാക്കുകൾ കേട്ടപ്പോൾ ആ മാനിനീമണികളെല്ലാവരും പൂർവാധികം ഉച്ചത്തിൽ കരഞ്ഞു തുടങ്ങി. സുന്ദര്യ വാദ്യങ്ങളാൽ മുഖരിതമായിരുന്ന അരമനയിൽ സ്ത്രീകളുടെ വിലാപാർത്ഥനാദം മുഴങ്ങി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.